സുഹൃത്തുക്കളെ, നമ്മുടെ 2024 LDC എക്സാമിന് വരാൻ സാധ്യതയുള്ള ഏതാനും കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു 30 ചോദ്യങ്ങളുണ്ട്. നമ്മൾ കഴിയുന്ന ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ കണക്ഷൻ കോഡുകളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് അത് എത്രത്തോളം കണക്റ്റ് ആവുന്നോന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങൾ പരമാവധി അത് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം 1. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? മിഷൻ കർമ്മയോഗിയാണ്. മിഷൻ കർമ്മയോഗി. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ കർമ്മയോഗി. അപ്പം നമ്മുടെ കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിൽ, ജോലി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാലോ. നമ്മളെ കർമ്മമാണ് നമ്മുടെ ജോലി. അപ്പോൾ അതിൽ പരിശീലനം നൽകാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ കർമ്മയോഗി എന്നുള്ള രീതിയിൽ അവിടെ കണക്ട് ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം. 2024 പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ്. 2024 പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു പരിസ്ഥിതി എന്ന് വെച്ചാൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കും. നമ്മളെ പോലെ അവിടെ വേസ്റ്റ് ഇടുന്നതിനൊക്കെ അവിടെ കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആ രീതിയിലാണ് നമ്മൾ, കാരണം അവിടെ നിയമങ്ങൾ കുറച്ചുകൂടി അവിടെ ബാലിശമായിട്ട് അവർ നടപ്പിലാക്കുന്നുണ്ട്. അപ്പം ആ രീതിയിൽ പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ എന്നുള്ള ആ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. കാരണം അവിടെ അത്രയ്ക്കും നിയമങ്ങൾ കുറച്ചുകൂടി ശക്തമായിട്ട് അവർ നിയന്ത്രിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആണ് ഞാനത് ഓർത്ത് വെച്ചത്. അപ്പം നമ്മളെ ഇന്ത്യനെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി അവിടെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അതിനനുസരിച്ച് അവിടെ ഈ പരിസ്ഥിതി വൃത്തിയാക്കുന്നതൊക്കെ അവിടെ ഡെയിലി ഇങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ രീതിയിലാണ് നമ്മളത് ഓർത്ത് വെച്ചത്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോക്പാൽ ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോക്പാൽ AM ഖാൻവിൽക്കറാണ്. ഖാൻവിൽക്കർ. അപ്പം നമ്മൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടി AM എന്ന് വെച്ചാൽ രാവിലെ എന്നുള്ള രീതിയിൽ ഓർത്തു. നമ്മൾ ലോക്പാലിൽ പാലെടുത്തു. നമ്മൾ രാവിലെയാണ് പാല് വിൽക്കാൻ വേണ്ടി പോകാറുള്ളത് എന്നുള്ള രീതിയിൽ അവിടെ കണക്ട് ചെയ്തു. നമ്മൾ സൊസൈറ്റിയിൽ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ AM ഒരു 6 മണി 7 മണി AM ആ സമയത്താണ് നമ്മൾ സൊസൈറ്റിയിൽ പാല് വിൽക്കാറ് എന്നുള്ള രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ലോക്പാൽ AM ഖാൻവിൽക്കർ എന്നുള്ളത് അവിടെ കിട്ടും. നാലാമത്തെ ചോദ്യം. ലോകസഭാ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. അത് നമുക്കറിയാവുന്ന ക്വസ്റ്റ്യനാണ്. ലോകസഭാ പ്രതിപക്ഷ നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് രാഹുൽ ഗാന്ധിയാണ്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം. 53ാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മഹേഷ് നാരായണനാണ്. മഹേഷ് നാരായണൻ. അപ്പം ഞാൻ ജസ്റ്റ് ഓർക്കാൻ വേണ്ടി ചെയ്തത്, ഈ ഒരു ഡയറക്ടർ ഇങ്ങനെ എന്നും നാരായണ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ആണ് അയാൾക്കത് കിട്ടിയതെന്നുള്ള രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്തത്. അപ്പം അവിടെ ആ രീതിയിൽ എല്ലാവർക്കും കണക്റ്റ് ആവുമെന്നറിയില്ല. അപ്പം നമ്മളങ്ങനെയാണ് അത് ഓർത്ത് വെച്ചത്. അടുത്തത് 6ാമത്തെ ചോദ്യം. പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേരളത്തിൽ ആദ്യം കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥലം ഏതാണ്? കൊണ്ടോട്ടിയാണ്. കൊണ്ടോട്ടി. ഇപ്പോൾ പുതിയ ക്രിമിനൽ നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. അത് പ്രകാരം കേരളത്തിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥലം കൊണ്ടോട്ടിയാണ്. കൊണ്ടോട്ടി, മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയാണ്. അപ്പം നമ്മളത് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മളെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ന്യായം ആരുടെ ഭാഗത്താണോ അവർ കൊണ്ടുപോട്ടെ എന്നുള്ള രീതിയിൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കളഞ്ഞു കിട്ടി, എന്തെങ്കിലും ഒരു കേസ് ആരുടെ ഭാഗത്താണോ ന്യായം അയാൾ കൊണ്ടുപോട്ടെ എന്നുള്ളത് കൊണ്ടോട്ടി എന്നുള്ളത് അങ്ങനെ കണക്ട് ചെയ്തതാണ്. 7ാമത്തെ ചോദ്യം. അച്ചടക്കത്തിൻ്റെയും വിദ്യാർത്ഥിയുടെ തെറ്റ് തിരുത്തലിൻ്റെയും ഭാഗമായി സതുദ്ദേശത്തോടെ സ്കൂൾ അധ്യാപകൻ ശിക്ഷിക്കുന്നത്, സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ശിക്ഷിക്കുന്നത് കുറ്റമായി കരുതാനാവില്ല എന്ന് 2024 ജൂലൈയിൽ പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. അപ്പോൾ അച്ചടക്കത്തിൻ്റെയും വിദ്യാർത്ഥിയുടെ തെറ്റ് തിരുത്തലിൻ്റെയും ഭാഗമായിട്ട് സതുദ്ദേശത്തോടെ ഒരു അധ്യാപകൻ ശിക്ഷിക്കുന്നത് കുറ്റമായി കരുതാനാവില്ല എന്ന് 2024 ജൂലൈ മാസത്തിൽ പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. അപ്പോൾ അതിന് കണക്ഷനൊന്നും വേണ്ടത്, നമുക്കറിയുന്നതല്ലേ. അടുത്തത് 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട കൊടുങ്കാറ്റാണ് മൈഥിലി. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട കൊടുങ്കാറ്റാണ് മൈഥിലി. അപ്പം നമ്മളത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ അധികം ഇപ്പോൾ തട്ടുകടയും കാര്യങ്ങളും പാനിപ്പൂരി ഇതെല്ലാം ബംഗാളീസാണ് കൂടുതലും അവിടെ ഉണ്ടാവുക. അപ്പം ഇവർ ഈ മൈദ ഉപയോഗിച്ചിട്ട് ഓരോരോ ഈ പലഹാരങ്ങളും സാധനങ്ങളും ഉണ്ടാക്കുന്ന പൊറോട്ട,
കാര്യങ്ങളൊക്കെ മൈദ വെച്ച്, ബംഗാളികളാണ് മൈദ ഉപയോഗിച്ചിട്ട് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ തട്ടുകടയിലും ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഓർത്ത് വെച്ചത്. ഇപ്പം നമ്മുടെ ഡെയിലി ലൈഫിൽ കണ്ടുവരുന്ന ചില കാര്യങ്ങളായിട്ട് ഓർത്ത് വെക്കാന്നുള്ളൂ. അടുത്തത്, മിഷൻ റെയിൻബോ 2024 എന്ന പേര് 7 മേഖലകളുടെ വളർച്ച ലക്ഷ്യമാക്കിയുള്ള 100 ദിന കർമ്മ പരിപാടി നടപ്പാക്കുന്ന ബാങ്ക് കേരള ബാങ്കാണ്. കേരള ബാങ്ക് മിഷൻ റെയിൻബോ 2024 എന്ന പേരിൽ 7 മേഖലകളുടെ വളർച്ച ലക്ഷ്യമാക്കിയുള്ള 100 ദിന കർമ്മ പരിപാടി നടപ്പാക്കുന്ന ബാങ്കാണ് കേരള ബാങ്ക്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കണക്ഷൻസിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ മിഷൻ റെയിൻബോ എന്നുള്ളതിൽ ആ 7 നിറം ഉണ്ടല്ലോ, 7 മേഖലേൻ്റെ വളർച്ച എന്നുള്ളത് ഈ 7 നിറം എന്നുള്ള രീതിയിൽ ഓർക്കാം. ഇപ്പോൾ കേരള ബാങ്ക് എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. അടുത്തത് 10ാമത്തെ ചോദ്യം, ആഗോള AI ഇന്ത്യ ഉച്ചകോടിയുടെ വേദി. ആഗോള AI ഇന്ത്യ ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. അടുത്തത്, 2023 G20 പുതുതായി സ്ഥിര അംഗത്വം ലഭിച്ചത് ആഫ്രിക്കൻ യൂണിയനാണ്. അപ്പം 2023 G20 പുതുതായി സ്ഥിരാംഗത്വം ലഭിച്ചത് ആഫ്രിക്കൻ യൂണിയനാണ്. അപ്പം ഞാനത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് G20 എന്നുള്ളത് ഈ G-Wagon എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ട്, എല്ലാവർക്കും അറിയാമെന്ന് അറിയില്ല, ഒരു ബെൻസിൻ്റെ ഒരു വണ്ടിയാണ്. അപ്പം നല്ല ബ്ലാക്ക് കളറിലാണ്. ആഫ്രിക്കയിലൊക്കെ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആളുകളാണല്ലോ, കറുത്ത നിറത്തിലുള്ള ആളുകളാണല്ലോ. അപ്പോൾ ആ രീതിയിൽ G20 എന്നുള്ളത് ഞാൻ ആ രീതിയിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഓർത്ത് വെച്ചാണ് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ആഫ്രിക്കൻ യൂണിയനാണ്. അപ്പോൾ ആ വണ്ടി പുതിയതായിട്ട് ഇറങ്ങിയ വണ്ടിയാണെന്നുള്ള രീതിയിൽ. അപ്പം ലാസ്റ്റ് എഡിഷനായിട്ട് ഇറങ്ങിയ ഒരു മോഡലാണ് G-Wagon. G-Wagon അധികം അതിൻ്റെ ഒരു എക്സ്ട്രീം നിറം എന്ന് പറയുന്നത് ബ്ലാക്കാണ്. അപ്പം ആഫ്രിക്കയിലാണ് G20 എന്നുള്ള രീതിയിൽ അവിടെയാണ് ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചത്. അടുത്തത്, 108 അടി ഉയരത്തിൽ ശങ്കരാചാര്യ പ്രതിമയും രാജ്യാന്തര മ്യൂസിയവും സ്ഥാപിച്ചത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശാണ്. 108 അടി ഉയരത്തിൽ. അപ്പോൾ അതിൻ്റെ അടിക്കണക്ക് പഠിക്കണം. 108 അടി ഉയരത്തിൽ ശങ്കരാചാര്യ പ്രതിമയും രാജ്യാന്തര മ്യൂസിയവും നിർമ്മിച്ചത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശാണ്. അപ്പോൾ നമ്മൾ ഒരു 108 അടി ഉയരത്തിലൊക്കെ ഒരു പ്രതിമ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ മധ്യപ്രദേശ് എന്ന് പറയുന്നത് നമ്മൾ മധ്യത്തിൽ വെച്ച് എല്ലാ ഭാഗത്തു നിന്നും സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലാണല്ലോ ചെയ്യുക. നമ്മൾ അത്രയും ഹൈറ്റിലൊരു സാധനം ചെയ്യുമ്പം ഒരു കോർണറിൽ കൊണ്ടുപോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിച്ചു കെട്ടാൻ ഒരു ഏരിയ ഉണ്ടാവില്ല. അപ്പോൾ മധ്യപ്രദേശ് എന്ന് പറഞ്ഞാൽ മദ്യം നടുക്ക് എന്നുള്ള രീതിയിൽ ഓർക്കുക. എന്നിട്ട് നമ്മൾ ഒരു അത്രയും ഹൈറ്റുള്ള 108 അടിയുള്ളൊരു സാധനം ഉണ്ടാക്കുമ്പം എല്ലാ ഭാഗത്തുനിന്നും അതിനെ ഒരു സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മധ്യത്തിൽ വെച്ചു എന്നുള്ള രീതിയിൽ ആലോചിക്കാം. 13ാമത്തെ ചോദ്യം, കോബ്ര വോറിയർ 2023 വേദി ഇംഗ്ലണ്ടാണ്. കോബ്ര വോറിയർ 2023 വേദി ഇംഗ്ലണ്ടാണ്. അടുത്ത ചോദ്യം, 14ാമത്തെ ചോദ്യം, 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം സിംഗപ്പൂരാണ്. അപ്പോൾ 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം സിംഗപ്പൂരാണ്. അപ്പം നമ്മൾ സൂര്യൻ്റെ സിംഗം മൂവി ഉണ്ടല്ലോ, അപ്പോൾ സിംഗം, അപ്പം ഈ ചെസ്സിൽ അത്യാവശ്യം എന്താ പറയുക, അതിലുള്ള സിംഹങ്ങളാണ് ചാമ്പ്യൻഷിപ്പിന് പോകുക എന്നുള്ള രീതിയിൽ ആണ് ആലോചിച്ചത്. അപ്പോൾ സിംഗപ്പൂർ എന്നുള്ള അവിടെ അങ്ങനെ കിട്ടാലോ. ഇനി 15ാമത്തെ ചോദ്യം, 105 പദ്ധതി ആവിഷ്കരിച്ച കേരള നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് എലിയാസ് ചാവറ. 105 പദ്ധതി ആവിഷ്കരിച്ച കേരള നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് എലിയാസ് ചാവറ. അടുത്ത ചോദ്യം, 16ാമത്തെ ചോദ്യം, ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് തത്വചിന്തകനാണ് റൂസോ. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് തത്വചിന്തകനാണ് റൂസോ. അടുത്തത്, അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗാന്ധിജിയെ അറിയിച്ച വ്യക്തിയാണ് അനസൂയ ബഹൻ. അപ്പം ജസ്റ്റ് അവിടെ ഒന്ന് ഒരു ഓർക്കാൻ വേണ്ടിയിട്ട് അനസൂയേൻ്റെ എന്നാ കട്ട് ചെയ്തത് അസൂയ എന്നുള്ള രീതിയിൽ ആലോചിക്കുക. എന്നിട്ട് അവിടെ ഈ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗാന്ധിജീനെ അറിയിക്കുകയല്ലേ. അപ്പോൾ ഈ മില്ലിൻ്റെ മുതലാളിയോടുള്ളൊരു അസൂയ കൊണ്ടാണ് ഇവർ ഗാന്ധിജിയുടെ അടുത്ത് പോയി പറഞ്ഞെന്നുള്ള രീതിയിൽ ജസ്റ്റ് അസൂയ മൂത്തിട്ട് പോയി പറഞ്ഞു എന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്താൽ അനസൂയ ബഹൻ എന്നാണ് അവിടെ കിട്ടും. അടുത്തത് 18, ബ്രഹ്മഗിരി വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം കർണാടകയാണ്. ബ്രഹ്മഗിരി വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? കർണാടക. ഇൻ കേസ് അത് എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഇപ്പം അവിടെ ബ്രഹ്മാവ്, കർണൻ ഇതൊക്കെ പുരാതന കഥാപാത്രങ്ങളാണ്. ആ രീതിയിൽ നമുക്ക് ജസ്റ്റ് ഓർത്ത് വെക്കാം. ബ്രഹ്മാവ്, കർണൻ ഇതൊക്കെ ആ രീതിയിൽ നമുക്ക് ജസ്റ്റ് ഓർത്ത് വെക്കാം. അടുത്തത്, കല്ലടയാർ പതിക്കുന്നത് ഏത് കായലിലാണ്? കല്ലടയാർ പതിക്കുന്നത് ഏത് കായലിലാണ്? ഉത്തരം അഷ്ടമുടിക്കായലാണ്. അപ്പോൾ നമ്മളത്
ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളെ തലയിൽ ഒരു കായ പോലെ ഉണ്ടാവുമല്ലോ, കല്ല് പോലെ. ഈ ചെറിയ കുട്ടികൾക്കൊക്കെ കാണാം ഒരു പൊറ്റ പോലെ, നമ്മൾ കല്ല് എന്ന് പറയും. അപ്പം മുടിയിൽ ഈ കല്ല് പോലെ എന്നുള്ള രീതിയിൽ ആലോചിച്ചാണ് കല്ലടയാറ് പതിക്കുന്നത് ഏത് കായലിലാണെന്ന് ചോദിച്ചാൽ അഷ്ടമുടി കായലാണ്. അപ്പം മുടിയിൽ ചെറിയ കുട്ടികൾക്കൊക്കെ കാണാം അതിങ്ങനെ ഒരു ഉണ്ടയായിട്ട് കല്ല് പോലെ അങ്ങനെ കാണാം. അപ്പോൾ ആ രീതിയിലാണ് ഓർത്ത് വെച്ചത്. ഇനി ശൈലവൃഷ്ടി എന്നറിയപ്പെടുന്നത് ഏത് തരം മഴയാണ്? പർവ്വതമഴയാണ്. ശൈലവൃഷ്ടി എന്നറിയപ്പെടുന്നത് പർവ്വതമഴയാണ്. അടുത്ത ചോദ്യം, മാനവശേഷി വികസനം ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി. അപ്പം മാനവശേഷി വികസനം അടിസ്ഥാനമാക്കിയ പദ്ധതി എന്ന് പറയുമ്പം അപ്പോൾ അത് മാനവശേഷി വികസിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് രാജ്യത്തിന് മൊത്തം 8ൻ്റെ പണി കിട്ടുന്നുള്ള രീതിയിൽ അവിടെ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ, അതുകൊണ്ട് 8ൻ്റെ പണി കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാനവശേഷി വികസനം ലക്ഷ്യമാക്കിയിട്ട് ഒരു പഞ്ചവത്സര പദ്ധതി നടപ്പാക്കി. അതാണ് 8ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്ത് വെക്കുക. അടുത്ത് 22ാമത്തെ ചോദ്യം, GFT കൗൺസിലിലെ അംഗങ്ങളുടെ എണ്ണം 33ആണ്. അപ്പോൾ GFT എന്ന് പറഞ്ഞാൽ 3 അക്ഷരങ്ങളാണ്. അങ്ങോട്ട് എണ്ണിയാൽ ഇങ്ങോട്ട് എണ്ണിയാൽ 3ആണ്. 3 ഫ്രണ്ടിലേക്ക് പോയാൽ 3, റിവേഴ്സ് വന്നാലും 3. അപ്പം 33 എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്ത് വെക്കുക. ലോകസഭയിലെയും നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 104ാം ഭേദഗതിയാണ്. അപ്പം ഞാനത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ലോകസഭയിലെയും നിയമസഭയിലെയും ആംഗ്ലോ ഇന്ത്യൻ, ലോകസഭയിലെയും നിയമസഭകളിലെയും, കാരണം അത് തിരിഞ്ഞു വരുന്നു, നിയമസഭ പറയുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും വരുന്നതാണ്. അപ്പോൾ ലോകസഭയിലെയും നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയത് 104ാം ഭേദഗതിയാണ്. അപ്പം 104 എന്ന് പറയുമ്പം ഈ 4 എന്ന് പറയുന്ന അക്കം കാണുമ്പോൾ നമുക്കൊരു കസേര പോലെ ഓർമ്മ വരും. അപ്പോൾ ആ കസേര എടുത്ത് ഒഴിവാക്കി, എന്നുള്ള രീതിയിലാണ് ഞാൻ ഓർത്തത്. അപ്പം 4 കാണുന്ന സമയത്ത് നമുക്കൊരു കസേര ഇട്ട പോലെ തോന്നും, ഒരു കാലും ഒരു ചെരിഞ്ഞിട്ട് 4 കാണുമ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു സിമിലാരിറ്റി ഉണ്ടല്ലോ. അപ്പം ഈ ആംഗ്ലോ ഇന്ത്യൻ സംവരണം അവർക്ക് ഇരിക്കാനുള്ള കസേര അവിടെ നിന്ന് ഒഴിവാക്കി എന്നുള്ള രീതിയിലാണ് ജസ്റ്റ് ഓർത്ത് വെച്ചത്. ഇനി 24ാമത്തെ ചോദ്യം, ഭരണഘടനയിലെ ഏത് വകുപ്പിലാണ് നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് പരാമർശിക്കുന്നത്? അനുച്ഛേദം 37ആണ്. ഭരണഘടനയിലെ ഏത് വകുപ്പിലാണ് നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് പരാമർശിക്കുന്നത്? 37ലാണ്. 25ാമത്തെ ചോദ്യം അതങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. ഇനി 25ാമത്തെ ചോദ്യം, പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും പങ്കെടുക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനും അവകാശമുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്? അറ്റോർണി ജനറലാണ് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും പങ്കെടുക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനും അവകാശമുള്ള ഉദ്യോഗസ്ഥൻ. 26ാമത്തെ ചോദ്യം, സ്പോർട്സിലും കലയിലും മികവ് പുലർത്തുന്ന ഭിന്നശേഷിക്കാർക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതിയാണ് ശ്രേഷ്ഠം. അപ്പോൾ അത് ശ്രേഷ്ഠമായൊരു കാര്യമാണ്. കാരണം എല്ലാവർക്കും പറ്റുന്ന അങ്ങനത്തെ ഒരു ഇതല്ലല്ലോ, ഇവർക്ക് എല്ലാവരെയും പോലെ പറ്റില്ലല്ലോ. അപ്പോൾ അത് അവർക്ക് ഒരു മികവ് പുലർത്തുക പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. നമ്മളൊരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾ അങ്ങനെയൊരു ടാലൻറ്റ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം എന്ന രീതിയിൽ നമുക്ക് ജസ്റ്റ് ഓർത്ത് വെക്കാം. സ്പോർട്സിലും കലയിലും മികവ് പുലർത്തുന്ന ഭിന്നശേഷിക്കാർക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതി ശ്രേഷ്ഠം എന്ന് ഓർത്ത് വെക്കാം. 27ാമത്തെ ചോദ്യം, കൽക്കി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആർ കൃഷ്ണമൂർത്തിയാണ്. അപ്പോൾ നമ്മളത് കൽക്കണ്ടം എന്നുള്ളൊരു സംഭവം അറിയുക. കൽക്കണ്ടം നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അവിടെ കൃഷ്ണനുണ്ട്. കൃഷ്ണൻ്റെ അമ്പലത്തിൽ നിന്ന് നമുക്ക് കൽക്കണ്ടം കിട്ടുന്നു എന്നുള്ള പ്രസാദത്തിൻ്റെ കൂടെയൊക്കെ കിട്ടില്ല കൽക്കണ്ടം, ആ മലര് അവില്. അപ്പോൾ അതിൽ കൽക്കണ്ടം കൃഷ്ണൻ എന്നുള്ള രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ കൽക്കി ആർ കൃഷ്ണമൂർത്തി എന്ന് ജസ്റ്റ് അവിടെ നോക്കാൻ പറ്റും. 28ാമത്തെ ചോദ്യം, കേരള സാഹിത്യ അക്കാദമീൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ് കെ സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് കെ സച്ചിദാനന്ദനാണ്. ജസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അടുത്തത്, പോക്സോ ഭേദഗതി ബില്ലിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദാണ് പോക്സോ ഭേദഗതി ബില്ലിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി. ഇനി അവസാനത്തെ ചോദ്യം, ക്യാൻസർ രോഗം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ലഭ്യമാക്കാനുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം. അപ്പോൾ ക്യാൻസർ രോഗം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ലഭ്യമാക്കാനുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം. അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കുകയല്ലോ, നേരത്തെ അത് കണ്ടെത്തി തടയാൻ പറ്റി കഴിഞ്ഞാൽ. ആ രീതിയിൽ ഓർക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 30 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അവതരിപ്പിച്ചത്. അപ്പോൾ ഇതിൽ കഴിയുന്നതൊക്കെ നമ്മൾ ചെറിയ കണക്ഷൻസ് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇത് കണക്റ്റ് ആവുമെന്ന് അറിയില്ല. അപ്പം ചിലത് നമുക്ക് ഈ G-Wagon പോലെയുള്ള എക്സാമ്പിളൊക്കെ പറഞ്ഞത് ചിലവർക്കൊക്കെ ഈ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കാണാം. G-Wagon നമുക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ നന്നായിട്ടൊന്ന് വാച്ച് ചെയ്തിട്ട് പഠിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.